വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ലാസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട്. ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി കണ്ടിന്യൂസ് ആയിട്ട്. ബട്ട് എനിക്കതിന് പറ്റിയില്ല, ജസ്റ്റ് ബിക്കോസ് ഞാൻ എൻ്റെ തിയറി ടെസ്റ്റൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് UK തിയറി ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രൈവിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റൊക്കെ ഭയങ്കര ടഫാണ്. നമ്മളതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളത് പാസ്സാവില്ല. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് 185 ഡേയ്സ് നമ്മൾ UK നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കിതൊരു അഡ്രസ് പ്രൂഫും കൂടെയാണ് നമ്മൾ പ്രൊഫഷണൽ ലൈസൻസ് പറയുന്നത്. നമുക്ക് പോസ്റ്റ് ഓഫീസ് ത്രൂ അപ്ലൈ ചെയ്യാം, ആൻഡ് നമുക്കിതൊരു സൈറ്റിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ദെൻ ദ സെക്കൻഡ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയറി ടെസ്റ്റിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. തിയറി ടെസ്റ്റ് £23.99 സംതിങ് ആണ് തിയറി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കാവുന്നത്. ഈ തിയറി ടെസ്റ്റ് നമുക്ക് സൈറ്റിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. DVSAൻ്റെ സൈറ്റിലാണ് ഈ തിയറി ടെസ്റ്റ് നോർമലി ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും, ഏത് സെൻറ്റർ വേണം, ഏത് ടൈം വേണം, ഏത് ഡേറ്റിൽ വേണം എന്നൊക്കെ. ഈ ഡേറ്റും ടൈമും ഒന്നും നമ്മുടെ ഒരു ഇതിൽ കിട്ടണമെന്നില്ല, ബിക്കോസ് ഈ ഡേറ്റും ടൈമും ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ചിലപ്പോൾ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഡേറ്റ് കിട്ടും. അത് ഡിപ്പെൻസ് ആണ്, നമ്മൾ ഏത് പ്ലേസ് ആണ്, ഏത് സ്ഥലമാണ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്കിതൊക്കെ കിട്ടുക. നമ്മൾ തിയറി ടെസ്റ്റിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ കുറച്ച് നാൾ മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഡേറ്റ് എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ബിക്കോസ് നമുക്ക് അതിനുള്ളൊരു ടൈം വേണമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡേറ്റ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വയ്ക്കുക. വൺസ് നിങ്ങൾ തിയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ തിയറി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത് പ്ലേ സ്റ്റോറിലും ഗൂഗിൾ പ്ലേയിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഇതല്ലാണ്ട് എങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ബിക്കോസ് ഞാൻ ആൻഡ്രോയിഡ് അല്ല യൂസ് ചെയ്യുന്നത്. ആൻഡ് ആപ്പ് സ്റ്റോറിൽ ഇതൊരു £5 കൊടുത്ത് പേ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഈ £5 കൊടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങളൊരു 4 ടൈംസ് അല്ലെങ്കിൽ ഒരു 5 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റാണ്. ഇതിലൊരു 900 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് റിവേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ക്രാക്ക് ദ എക്സാം എന്ന് ഞാൻ പറയും. ബിക്കോസ് ഇതിൽ സെയിം ക്വസ്റ്റ്യൻസും സെയിം ആൻസേഴ്സും ആണ് നമുക്ക് ഈ എക്സാമിനും വരുന്നത്. ഒരു ചേഞ്ചും ഇല്ല, സെയിം തന്നെ വരുന്നത്. ഹസാർഡ് പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും, കാരണം സിനാരിയോസ് ആണ് അതിൽ വരുന്നത്. സിനാരിയോസ് വരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം സംഭവങ്ങൾ തന്നെയാണ്. ഒരു 4 or 5 ടൈംസ് നിങ്ങൾ റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്കൊരു ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. എനിക്ക് 100% ഷുവറാണ്, ബിക്കോസ് ഞാൻ അങ്ങനെയാണ് പാസ്സായത്. ആൻഡ് ഇതിലൊരു തിയറി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഇതാണ് ടെക്സ്റ്റ് ബുക്ക്. ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കാണ് ആദ്യം ഇനീഷ്യലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഇതും കൊണ്ട് നമ്മൾ പാസ്സാവില്ല. നമ്മൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആ ആപ്പിൽ കൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസാർഡ് പ്രിസ്ക്രിപ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് 50ൽ 43 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകും. ആൻഡ് ഹസാർഡ് പ്രിസ്ക്രിപ്ഷനിൽ വരുമ്പോൾ 75ൽ 44 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാസ്സാകും. ഇത് ടഫാണ്, ഓഫ് കോഴ്സ് ഇത് ടഫാണ്, പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിൻ ചെയ്യും. ആൻഡ് നമ്മൾ വൺസ് ഇത് പാസ്സാവുക എന്ന് പറയുന്നത് 1 ടൈം 2 ടൈം 3 ടൈംസ് ഒക്കെ ചെയ്തിട്ട് പാസ്സാവാത്തവരുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഈ ഒരു ആപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാസ്സാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ നമ്മൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തിയറി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് പ്രാക്ടിക്കൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. വിത്തിൻ 2 ഇയേഴ്സ് നമുക്ക് എടുത്താൽ മതി. അതുവരെ നമുക്ക് ഓടിച്ച് പഠിക്കാം. നമുക്കൊരു ട്രെയിനറെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഓടിച്ച് പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 3 ഇയേഴ്സ് UK ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ ഡ്രൈവ് ചെയ്ത് ട്രെയിനിങ് എടുത്ത് പഠിക്കാവുന്നതാണ്. വൺസ് നിങ്ങൾക്ക്
തിയറി ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. തിയറി ടെസ്റ്റ് പാസ്സാവാൻ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. അതും ആപ്പിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പാസ്സാവും, ബിക്കോസ് ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് റിവേഴ്സ് ചെയ്യാൻ നോക്കുക. സോ ഞാൻ അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് പാസ്സാക്കിയതല്ല പാസ്സായത്. സോ എനിക്കത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ UK ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. See you in the next video. Bye.